ഇസ്രായേൽ പ്രസിഡന്റ് നെതന്യാഹുവിന്റെ നടപടികൾ ഇസ്രായേലിനെ സഹായിക്കുകയല്ല, ദ്രോഹമുണ്ടാക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. ഇസ്രായേലിന് പ്രതിരോധമൊരുക്കുവാനും ഹമാസിനെ അടിച്ചമർത്തുവാനും നെതന്യാഹുവിന് അവകാശമുണ്ട്. എന്നാൽ നിരപരാധികളായ ജനങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ശ്രദ്ധയുണ്ടാകണം. ഗാസയിലെ നെതന്യാഹുവിന്റെ നടപടികൾ ഇസ്രായേലിനെ സഹായിക്കുന്നതിനേക്കാൾ ഏറെ ദ്രോഹമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇസ്രായേൽ യുദ്ധരംഗത്ത് അതിരുകടന്നിരിക്കുന്നു. 15 ലക്ഷം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന റാഫയിലെ ആക്രമണത്തെക്കുറിച്ചുള്ള മറുപടിയായാണ് അദ്ദേഹം ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. ഞാനൊരിക്കലും ഇസ്രായേലിനെ കൈയൊഴിയാൻ പോകുന്നില്ല. എനിക്ക് ഒരു ചുവന്ന വരയുമില്ല. ഇസ്രായേലിൻ്റെ പ്രതിരോധം നിർണായകമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഗാസയിൽ ഇസ്രായേലിൻ്റെ വംശഹത്യയെ പിന്തുണയ്ക്കുന്ന നിലപാടിനെതിരെ രാജ്യത്തിനകത്തും പുറത്തും ഉയരുന്ന പ്രതിഷേധം ബൈഡൻ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കിയിട്ടുമുണ്ട്. അതേസമയം ആയുധ കമ്പനികളുടെയും ജൂതലോബി കോർപ്പറേറ്റുകളുടെയും സമ്മർദ്ദം കാരണം ഇസ്രായേലിനെ കൈയൊഴിയാനും പറ്റുന്നില്ല എന്നുള്ളതും വ്യക്തമാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ബൈഡൻ എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം യുദ്ധവിരുദ്ധ പ്രവർത്തകരുടെ പ്രതിഷേധവും നടക്കുന്നുണ്ട്. പലസ്തീൻ അനുകൂല മുദ്രാവാക്യമൊഴുക്കി US സൈനികൻ തീകൊളുത്തി മരിച്ച സംഭവം പ്രതിഷേധത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിലേക്ക് അടിയന്തര മാനുഷിക സഹായം അയക്കാൻ അമേരിക്കയെ പ്രചോദിപ്പിച്ചതും ഇതുതന്നെയായിരുന്നു. അതിനിടെ ഒരിടവേളയ്ക്ക് ശേഷം ചെങ്കടലിൽ വീണ്ടും സംഘർഷം രൂക്ഷമായിരിക്കുകയാണ്. US ഓയിൽ ടാങ്കറിന് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി യമൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏദൻ കടലിടുക്കിൽ വെച്ച് തോംതോർ എന്ന ഓയിൽ ടാങ്കറിനെതിരെയാണ് ആക്രമണം നടന്നത്. പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണയുടെ ഭാഗമായും യമനിലെ US ബ്രിട്ടീഷ് ആക്രമണങ്ങൾക്ക് മറുപടിയുമായാണ് ആക്രമണം നടന്നതെന്ന് യമൻ സേന പറയുന്നുണ്ട്. ചെങ്കടലിൽ വെച്ച് അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ വ്യോമസേന നിരവധി ഡ്രോണുകളായി ആക്രമിച്ചു. യമൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു: ഇതിന് പ്രത്യാക്രമണങ്ങൾ തങ്ങൾ നടത്തിയെന്നും അവർ പറയുന്നുണ്ട്. അതേസമയം യമനിലെ തന്ത്രപ്രധാനമായ ഹുദായ പ്രവിശ്യയിൽ USഉം UKയും വ്യോമാക്രമണം നടത്തിയിരുന്നു. അൽ കുവൈസിയിലും അൽ ദുഹൈമയിലുമായിരുന്നു 2 വ്യോമാക്രമണങ്ങൾ നടന്നതായി സഭ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ റാസ് തുറമുഖത്തും ഇത് നടന്നിരുന്നു. യമനിലുടനീളം 18 കേന്ദ്രങ്ങളിൽ USഉം UKയും സംയുക്തമായി ആക്രമണം നടത്തിയെന്ന് US പ്രതിരോധ സേന പെന്റഗൺ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയുധങ്ങൾ, ഡ്രോണുകൾ, പ്രതിരോധ സംവിധാനങ്ങൾ, റഡാറുകൾ, ഹെലികോപ്റ്ററുകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും പെന്റഗൺ അറിയിച്ചു. അതിനിടെയാണ് പുതിയ സംഘർഷം ഉടലെടുത്തിരിക്കുന്നത്. ഇനി ചെങ്കടലിൽ ആക്രമണം നടത്തുന്ന ഹൂതികളെ പ്രതിരോധിക്കാതെ മറ്റു മാർഗമില്ലെന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് മറ്റു രാജ്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ ഇവിടെ നിന്നും തുടച്ചു നീക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും. ഇത് സംബന്ധിച്ച നടപടികൾ തുടങ്ങിയതായും അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെയും രൂക്ഷമായ വിമർശനം ഇവർക്കെതിരെ ഉയരുന്നുണ്ട്. ചെങ്കടലിലെ ആക്രമണം ഒഴിവാക്കാൻ സൂയസ് കനാൽ വഴിയുള്ള യാത്ര ഒഴിവാക്കുകയാണ് ഷിപ്പിംഗ് കമ്പനികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തിടെ ഡയാന ഇൻക് ഈ യാത്ര ഒഴിവാക്കുകയും ചെയ്തിരുന്നു. സൂയസ് കനാലിൽ നിന്നുള്ള വരുമാനത്തിൽ വലിയ തോതിൽ ഇടിവ് സംഭവിച്ചതായി ഈജിപ്തും അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഹൂതി ആക്രമണങ്ങൾ വീണ്ടും തുടരുന്നത് മറ്റ് രാജ്യങ്ങളുടെ കൂടെ ഇടപെടലിന് കാരണമായേക്കും എന്നും പറയുന്നുണ്ട്. ഇത് മറ്റൊരു 3ാം ലോക യുദ്ധത്തിലേക്ക് ഉടലെടുത്തേക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് സൂയസ് കനാൽ വഴിയുള്ള കപ്പൽ ഗതാഗതം 40% ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. നിരവധി കമ്പനികൾ ഇതുവരെയുള്ള യാത്ര ഒഴിവാക്കിയിട്ടുമുണ്ട്. ജലനിരപ്പ് താഴ്ന്നത് കാരണം പനാമ കനാൽ വഴിയുള്ള യാത്രകളും കമ്പനികൾ നിർത്തിവെച്ചത് ലോക വാണിജ്യ ഗതാഗതത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇരു കനാലുകളും വഴിയുള്ള ഗതാഗതത്തിലുണ്ടായ ഇടിവ് തുടരുകയാണെങ്കിൽ ആഗോള വിതരണ ശൃംഖല വലിയ ആഘാതം നേരിടുമെന്നും UN കോൺഫറൻസ് ഓഫ് ട്രേഡ് ഡെവലപ്മെന്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാന വ്യാപാര പാതയാണ് സൂയസ് കനാൽ. ആഗോള ചരക്കുകളുടെ 12% ഇതുവഴിയാണ് കടന്നു പോകുന്നതും. ഈ സാഹചര്യത്തിലാണ് ചെങ്കടലിൽ നിന്നും ഹൂതികളെ തുടച്ചു നീക്കുകയെന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ 19 ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ജപ്പാനിലെ ചരക്ക് കപ്പലിനെതിരെ ആക്രമണം നടത്തിക്കൊണ്ടാണ് ഹൂതികൾ ചെങ്കടലിൽ സൈനിക ആക്രമണത്തിന് തുടക്കമിട്ടത്. ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ ചെങ്കടൽ വിഷയം ഗൗരവമേറിയ ചർച്ചയ്ക്കും ഇടയാക്കി. ഹൂതികളുടെ തുടരെയുള്ള ആക്രമണം കാരണം സർവീസ് നിർത്തിവെക്കേണ്ടി വരുമെന്ന് പല രാജ്യങ്ങളും വ്യക്തമാക്കിയിരുന്നു. വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും കടുത്ത ആശങ്ക രേഖപ്പെടുത്തുകയും ആക്രമണം നിർത്താൻ ഹൂതികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതാണ്. എന്നാൽ ഗാസയ്ക്ക് മേൽ നടത്തുന്ന നരമേധം അവസാനിപ്പിക്കാനാണ് ആദ്യം ഇടപെടേണ്ടതെന്ന് ഹൂതികൾ മറുപടി നൽകുകയും ചെയ്തു. ഇതോടെ ചെങ്കടലിൽ സൈനിക നീക്കത്തിന് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടുന്ന സഖ്യസേന തീരുമാനിക്കുകയായിരുന്നു.
ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിട്ട ദൗത്യത്തിൽ 20ഓളം രാജ്യങ്ങൾ ഒന്നിച്ചിരുന്നു. എന്നാൽ ഹൂതികൾക്കെതിരായ നടപടിയിലൂടെ പേരിൽ തങ്ങളുടെ അതിർത്തി ലംഘിച്ചുള്ള അമേരിക്കൻ ആക്രമണം അന്താരാഷ്ട്ര മര്യാദകളുടെ ലംഘനമാണെന്നാണ് യമൻ പ്രതികരിച്ചത്. ഹൂതികൾക്കെതിരെ വ്യോമാക്രമണം നടത്തുന്നു എന്ന പേരിൽ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളെ യമൻ ശക്തമായി അപലപിക്കുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ സംഘർഷം വ്യാപിക്കുന്നതും ഹൂതികളുടെ ഒളിപ്പോരും ആ മേഖലയിൽ മാത്രമല്ല കെടുതിയും ആശങ്കയും വിതയ്ക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതയാണ് ചെങ്കടൽ. ചെങ്കടൽ വഴിയുള്ള വാണിജ്യ, വ്യാപാര, വിനോദസഞ്ചാര യാത്ര എല്ലാ രാജ്യങ്ങൾക്കും അനിവാര്യമാണ്. ഹൂതികളുടെ ആക്രമണത്തിന് മുമ്പ് ബ്രിട്ടൻ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രാ ചരക്ക് കപ്പലുകൾ ചെങ്കടൽ താണ്ടിയാണ് ഏഷ്യയിലേക്കും തിരിച്ചും സഞ്ചരിച്ചിരുന്നത്. ചെങ്കടൽ സുരക്ഷിത യാത്രയ്ക്ക് പറ്റാതെ വന്നതോടെ കപ്പലുകൾ ഇപ്പോൾ ആഫ്രിക്കൻ വൻകര വഴി ഏകദേശം 3600 നോട്ടിക്കൽ മൈൽ അധിക ദൂരം സഞ്ചരിച്ചാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും പ്രവേശിക്കുന്നത്. അതാവട്ടെ വലിയ തോതിലുള്ള ഇന്ധന സമയനഷ്ടത്തിനും ഇടയാക്കുന്നുണ്ട്. വിപണിയെ ബാധിക്കുന്നതോടൊപ്പം വിലക്കയറ്റത്തിനും കാരണമായിട്ടുണ്ട്. നിലവിൽ പ്രതിദിനം ശരാശരി 7.80 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് ചെങ്കടൽ വഴി കപ്പൽ മാർഗം കടന്നു പോകുന്നത്. ഇന്റർനാഷണൽ ചേംബർ ഓഫ് ഷിപ്പിംഗ് കണക്ക് പ്രകാരം ലോകത്തിലെ ആകെ ചരക്ക് കപ്പൽ ഗതാഗതത്തിന്റെ 15% സൂയസ് കനാൽ വഴി ചെങ്കടലിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആഗോള വ്യാപാരത്തിന്റെ 60% ഇതുവഴിയാണ്. ചെങ്കടലിലെ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ധനവില ഇതിനകം തന്നെ വർദ്ധിച്ചു കഴിഞ്ഞു. ക്രൂഡ് ഓയിൽ ബാരലിന് 2003 ശരാശരി വില $82.17 ആയിരുന്നു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വില 85 കുതിച്ചേക്കുമെന്നാണ് വ്യാപാര മേഖല വ്യക്തമാക്കുന്നത്. ഇത്തരമൊരു പ്രതിസന്ധി മുന്നിൽ കണ്ടാണ് ചെങ്കടൽ സുരക്ഷിത യാത്രയ്ക്കുള്ള ഇടമാക്കി മാറ്റണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. ജനുവരി ആദ്യവാരം UN സുരക്ഷാ കൗൺസിലിൽ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ അമേരിക്ക കടുത്ത നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. ഹൂതി ആക്രമണങ്ങളെ സുരക്ഷാ കൗൺസിൽ ഒറ്റക്കെട്ടായി അപലപിച്ചപ്പോഴും പ്രത്യാക്രമണമെന്ന അമേരിക്കൻ വാദത്തിന് പൂർണ്ണ പിന്തുണ ലഭിച്ചില്ല. ആഭ്യന്തര സംഘർഷം രൂക്ഷമായി യമനിൽ സർക്കാരിനെതിരെ നിലകൊള്ളുന്ന സംഘമാണ് ഹൂതി വിഭാഗം. 2014 മുതൽ ഈ സംഘം യമൻ സർക്കാരുമായി യുദ്ധത്തിലുമാണ്. രാജ്യ തലസ്ഥാനമായ സന, വടക്ക് മേഖല, ചെങ്കടൽ തീരം ഉൾപ്പെടുന്ന യമൻ പ്രദേശം എന്നിവ ഹൂതികളുടെ നിയന്ത്രണത്തിലാണുള്ളത്. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം ചൂണ്ടിക്കാട്ടിയുള്ള ഹൂതികളുടെ ആക്രമണം മേഖലയിൽ അശാന്തി വിതയ്ക്കുമ്പോഴും ഗാസയിലെ സൈനിക നടപടി അനിശ്ചിതമായി നീളുന്നതിലും ആയിരക്കണക്കിന് മനുഷ്യജീവൻ മരിച്ചു വീഴുന്നതിലും അന്താരാഷ്ട്ര സമൂഹം കടുത്ത പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഇസ്രായേൽ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനൊപ്പം അമേരിക്കൻ നിലപാടുകളും വിമർശിക്കപ്പെടുകയാണ്. പലസ്തീൻ വിഷയത്തിൽ അമേരിക്ക പൂർണ്ണമായും ഇസ്രായേൽ പക്ഷത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് പറയുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ നയതന്ത്ര ശ്രമങ്ങൾ സജീവമാക്കുന്നതിൽ US താൽപ്പര്യം കാണിക്കുന്നില്ലത്രേ. യുദ്ധം തുടങ്ങി ഇത്രനാൾ കഴിയുമ്പോഴും ഗാസയിൽ വ്യോമാക്രമണം രൂക്ഷമാവുകയാണ്. ഖാൻ യൂനിസിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ കടുത്ത വ്യോമാക്രമണം നടന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധം തുടങ്ങിയ ശേഷം ഇതുവരെയായി 29,000-ലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടതെന്നാണ് പറയുന്നത്. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനായി ഗാസയുടെ തെക്കേ മുനമ്പായ റഫയിലാണ് ജനങ്ങൾ അഭയം തേടിയിട്ടുള്ളത്. എന്നാൽ ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന റഫയിലും സൈനിക നീക്കം ശക്തമാക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. തങ്ങളുടെ അതിർത്തി മേഖലയിലെ സൈനിക വിന്യാസത്തിനെതിരെ ഈജിപ്ത് പ്രതിഷേധമറിയിച്ച് രംഗത്തെത്തിയിട്ടും ഫലമുണ്ടായില്ല. ഇതിനിടെ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പലതവണയാണ് ഇസ്രായേൽ എത്തിയത്. ഇസ്രായേലിലും പിന്നാലെ ഈജിപ്ത്, സൗദി അറേബ്യ, ഖത്തർ എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തിയ ആന്റണി ബ്ലിങ്കൻ ഇവിടങ്ങളിലെ ഭരണ നേതൃത്വങ്ങളുമായി പശ്ചിമേഷ്യയിലെ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ചർച്ച നടത്തിയിട്ടും ഫലമുണ്ടായിട്ടില്ല. എന്നാൽ ബൈഡന്റെ നിലപാട് മറ്റൊന്നാണ്. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം അദ്ദേഹം 5 തവണ പശ്ചിമേഷ്യയിൽ എത്തിയെന്നാണ് പറയുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണം അവസാനിപ്പിക്കാനോ ഗാസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കാനോ ഇവർക്ക് ആയിട്ടില്ല. ഗാസ യുദ്ധവും ചെങ്കടലിലെ സംഘർഷവും കാരണം ഗൾഫ് മേഖലയിൽ യുദ്ധഭീതി പടരുന്നത് തടയാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് മുമ്പ് US സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞത്. എന്നാൽ ലോകം മുഴുവൻ ആവശ്യപ്പെട്ടിട്ടും വഴങ്ങാത്ത തങ്ങളുടെ അധിനിവേശം അവസാനിപ്പിക്കില്ലെന്ന് ആവശ്യപ്പെടുന്ന ഇസ്രായേൽ നിലപാടിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ US-നായിട്ടില്ല.